എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ രാവിലെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. ഞാനും എൻ്റെ 2 ശിഷ്യന്മാരുണ്ടല്ലോ. ഞാൻ എവിടെ പോയാലും ഒബ്വിയസ്ലി എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കൂടെ കാണും, എൻ്റെ ആനിയും എൻ്റെ അബിയും. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി വേളി സ്വിമ്മിംഗ് പൂളിൽ എത്തിയിട്ടു. ഞങ്ങളിവിടെ പേ ചെയ്തിട്ടാണ് നമ്മൾ അകത്ത് കയറേണ്ടത്. പെർ ഹെഡിന് 100 രൂപയാണ്. അപ്പോൾ ഞങ്ങളിവിടെ എത്തി കുളിക്കാനായിട്ട് വന്നു. ആക്ച്വലി എനിക്കും ആനിക്കും നീന്താൻ അറിയില്ല. അബി മാത്രമാണ് ഈ കൂട്ടത്തിൽ നല്ലപോലെ നീന്തുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികളും മുതിർന്നവരും അവരുടെ ഫാമിലിയും ചേച്ചിമാരും ചേട്ടന്മാരും അങ്കിൾമാരും ഒക്കെ നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്. ഞാൻ ദേ വെള്ളത്തിലൊക്കെ കിടന്ന് കളിക്കുന്നത്. പക്ഷേ എനിക്ക് നീന്താനൊന്നും അറിയില്ല. ഞാൻ ചുമ്മാ കിടന്ന് കളിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് ഊബർ ബുക്ക് ചെയ്ത് നിൽക്കുകയാണ്. കണ്ടില്ലേ, എൻ്റെ സുന്ദരി കുട്ടി നല്ലപോലെ കുളിച്ചൊരുങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്ത് നിൽക്കുകയാണ്. വീട്ടിൽ പോയിട്ട് വേറൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വേഗം ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ നേരെ വീടെത്തി. എനിക്ക് ഫ്രഷ് ആക്കണമായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി മ്യൂസിയം വരെ പോകാൻ നിൽക്കുകയാണ്. അവിടെ ഒരു ആഡ് ഷൂട്ടിൻ്റെ മീറ്റപ്പ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ റെഡിയായി, നല്ല സുന്ദരി മോളായി വേഗം തന്നെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരെ തന്നെ മ്യൂസിയത്തേക്ക് പോകണം. മ്യൂസിയത്തേക്ക് പോകാൻ വേണ്ടി ഞങ്ങളിത് വണ്ടി ബുക്ക് ചെയ്ത് 3 പേരും കൂടി റോഡിലേക്ക് നടക്കുകയാണ്. കണ്ടില്ലേ, ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ 3 പേരും കൂടി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മ്യൂസിയം എത്തിയിരിക്കുന്നു. മ്യൂസിയം എത്തിയിട്ട് നമ്മൾ കാണാൻ വന്നിരിക്കുന്ന ടീമും അകത്താണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ അവരുടെ അടുത്തേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ നല്ല കൂട്ടമുണ്ട്. ക്രിസ്മസും പിന്നെ ഈവനിങ് ടൈമും കൂടിയല്ലേ, നല്ല തിരക്കുണ്ടായിരുന്നു. ഓരോരുത്തരും അവിടെ നിന്ന് ഫോട്ടോഷൂട്ടും കഥ പറയലും ഇരിക്കലും പിന്നെ അവിടെ ഗാനമേളയൊക്കെ അടുത്തുണ്ടായിരുന്നു. നമ്മളതൊന്നും കാണാൻ നിന്നില്ല. നമ്മൾ വന്ന കാര്യം കഴിഞ്ഞു. അവരെ മീറ്റ് ചെയ്തു, കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ബാൽക്കണിയിൽ വന്നിരിക്കാൻ നോക്കിയപ്പോൾ ഇരിക്കണം നല്ല 2 മുട്ട ഇരിക്കണം. നോക്കിയപ്പം ഇവിടെ എപ്പോഴും ഒരു പ്രാവ് വന്നിരിക്കാറുണ്ട്. അതിൻ്റെ മുട്ടകളാണ്. അപ്പം നോക്കിയപ്പോൾ താഴെ തന്നെ അമ്മ വന്നിരുന്ന് ഇങ്ങനെ മുട്ട ഇങ്ങനെ നോക്കുന്നുണ്ട്, നമ്മൾ എടുക്കുന്നുണ്ടോ പോകുന്നുണ്ടോ. പിന്നെ അതിനൊരു ശല്യം ആകണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ റൂമിലോട്ട് കയറി. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു, ഒന്നും നോക്കിയിട്ടില്ല. ഫുഡ് ഓർഡർ ചെയ്തു. മന്തിയാണ് ഓർഡർ ചെയ്തത്. നല്ല ചിക്കൻ മന്തി ഓർഡർ ചെയ്തു. നമ്മൾ കഴിക്കാനിരുന്നു. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതേ ചിക്കൻ മന്തിയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അങ്ങനെ കിടക്കാൻ പോവാണ്. ഗുഡ് നൈറ്റ്, ബൈ ബൈ.